കളർ പാലറ്റ് ആണ് ഈ കാണുന്നത്. ഇതിലെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കളർ പാലറ്റിനെ ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ട് കളേഴ്സ്. ഈ കാണുന്നത് സ്ലൈഡേഴ്സ്, CYMK സ്ലൈഡേഴ്സ്. ഇത് അതിന്റെ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വാല്യൂസ് ഇപ്പോൾ യെല്ലോ കളറിന് വന്നിരിക്കുന്ന വാല്യൂ യെല്ലോ മാത്രം 100, ബാക്കിയെല്ലാം 000. ഈ വാല്യൂസ് നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിനെപ്പറ്റി പിന്നീട് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് കാണുന്നതിനാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ സ്പെക്ട്രത്തിൽ കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്പെക്ട്രം ആയിട്ട് മാറുന്നതാണ്. ഇത് കറണ്ട് കളറിന്റെ സ്പെക്ട്രം, ഇത് RGB സ്പെക്ട്രം, ഇത് CYMK സ്പെക്ട്രം, ഇത് ഗ്രേ സ്കെയിൽ റാമ്പ്. റാമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലാക്കിൽ നിന്നും വൈറ്റിലേക്കുള്ള ക്രമമായിട്ടുള്ള ഇത് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കളറുകൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും. കളറുകൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്ന കളർ പ്രത്യേകിച്ച് വരുന്നത് ഫോർഗ്രൗണ്ട് കളറായിട്ടാണ് സ്വീകരിക്കപ്പെടുന്നത്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ X പ്രസ് ചെയ്തുകൊണ്ട് കളർ മാറ്റിയതിനു ശേഷം അടുത്ത കളർ സ്വീകരിക്കാവുന്നതാണ്. ഇത് കൂടാതെ ഇതിന്റെ പാലറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഇതിന്റെ സ്പെക്ട്രം സ്വീകരിക്കാവുന്നതാണ്. RGB സ്പെക്ട്രം അതുപോലെയുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന സ്ലൈഡേഴ്സ് CYMK സ്ലൈഡേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് RGB സ്ലൈഡേഴ്സ് ആക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കളർ സ്വീകരിച്ചതിന് ശേഷം ആ കളർ പിന്നീട് ഒരു അവസരത്തിലേക്ക് സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ആ കളർ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ സ്വാച്ചസ് പാലറ്റിൽ താഴെ കാണുന്ന ഈ ഭാഗത്തായിട്ട് ഒരു ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ ആ കളർ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സേവ് ചെയ്ത കളറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കളറിന് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേരും കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഈ കളർ ആവശ്യമില്ലാതെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആൾട്ട് കീ പിടിച്ചുകൊണ്ട് ആ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതാണ്.